എന്താ ഹരി, ഇത്രയൊക്കെ സംഭവിച്ചപ്പോ പിന്മാറണമെന്ന് തോന്നിയോ തനിക്ക്? അങ്ങനൊരു തോന്നലുണ്ടായിരുന്നെങ്കിൽ തന്നെ കാണാൻ ഞാൻ വരില്ലായിരുന്നല്ലോ. ഒരു കൈയല്ല, ദേഹം മുഴുവൻ അവൻ കൊത്തി നുറുക്കിയാലും അവനങ്ങനെ വിടാൻ പാടില്ല. എന്താ, ഇതാണ് സ്പിരിറ്റ്, ഇതാണ് യഥാർത്ഥ വിപ്ലവം. തന്നെ പോലെ തോറ്റുപോയ കർഷകരുടെ മനസ്സ് ഇതുപോലെ ആയിരുന്നെങ്കിൽ തന്നെ കൊള്ളയടിച്ച ഒരു മുതലാളിമാരും സ്വൈര്യമായിട്ട് ഉറങ്ങില്ലായിരുന്നു. അനന്ത, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് മുന്നേ വഴി നടന്നവർ ചെയ്തിരുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഹരി. ജീവനെ പേടിക്കാതെ കർമ്മം ചെയ്യാൻ ഇറങ്ങുക. ഞാനത് തീരുമാനിച്ചു കഴിഞ്ഞു. JR എന്ന സാമ്രാജ്യം വീഴുന്നതുവരെ എനിക്കിനി ഉറക്കമില്ല. നട്ടെല്ല് പണയം വെച്ചിട്ടില്ലാത്ത കുറെ പത്രപ്രവർത്തകര് നമ്മുടെ കൂടെയുണ്ട്. അവര് മുന്നിൽ നിന്ന് നയിക്കും. ഇപ്പൊ പുതുതായി ആരംഭിച്ച ഇന്ദിര TV ഉണ്ടല്ലോ, അവര് നമ്മുടെ ഈ വാർത്തയിലൂടെ ആയിരിക്കും മലയാള മാധ്യമ രംഗത്ത് അവരുടെ സാന്നിധ്യം അറിയിക്കുക. എല്ലാം സെറ്റാണോ? ദിവസം തീരുമാനിക്കേ വേണ്ടു. ആരെ വിലക്കെടുക്കാനും അവന് പണമുണ്ട്, കഴിവുമുണ്ട്. അതുകൊണ്ടാ നട്ടെല്ല് പണയം വെക്കാത്ത ചിലര് കൂടെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ഒഴുക്കിനെതിരെ നീന്തുന്നവര് കുറച്ചു മതിയിടോ, വിജയം നമ്മുടെ കൂടെയായിരിക്കും. മുദ്രാവാക്യവും വിളിച്ച് ഓഫീസിന് മുന്നിൽ നിരാഹാരം ഇരുന്നതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. മീഡിയ തന്നെയാണ് മാർഗം. കുറച്ചുനാള് നമ്മളൊക്കെ ഒന്ന് ബുദ്ധിമുട്ടും, പക്ഷെ അതിനേക്കാളൊക്കെ അപ്പുറത്ത് JR വീഴുന്ന വലിയൊരു കാഴ്ചയുണ്ട്. എനിക്കത് കാണണം. എന്റെ കുടുംബം, എന്റെ കൃഷിയിടം, ഒരുപാട് പേർക്ക് ഞാൻ കൊടുത്ത വാക്ക് എല്ലാം തച്ചുടച്ചവനവൻ. അവൻ അതിനൊക്കെ ഉത്തരം പറഞ്ഞേ പറ്റൂ.